വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. 6 ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു. 2025 മാർച്ച് 29 ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു. അതായത് കന്നിരാശിയിൽ. കാലപുരുഷൻ്റെ 6ാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത്. ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു. അപ്പോൾ പ്രധാനമായും 2 രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 12ാമത്തെ രാശിയായ മീനം. 6 ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ്. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു. മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം, അതായത് മാർച്ച് 29 ശനിയാഴ്ച രാത്രി 11:01 ശനിയും രാശി മാറുകയാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാകുന്നു. അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട 6 ഗ്രഹങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, രാഹു, ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു. ഈ 6 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് 7ാം ഭാവമായ കന്നിരാശിയിലാണ്. അതായത് കാലപുരുഷൻ്റെ 6ാമത്തെ രാശി. അപ്പോൾ മീനവും കന്നിയും, ഈ 2 രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു. അതായത് ആക്ടിവേറ്റ് ആകുന്നു. അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു. അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു. ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ എല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ 12 രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽപാദം, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിയുടെ 5ാം സ്ഥാനമായ മീനത്തിലാണ് 6 ഗ്രഹങ്ങൾ സംയോജിക്കുന്നത്. ഈ 6 ഗ്രഹങ്ങൾ എന്നത് സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു. 6 ഗ്രഹങ്ങളും കൂടി ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ രാശിയുടെ ലാഭസ്ഥാനമായ കന്നിരാശിയിലാണ്. അതായത് 11ാം ഭാവത്തിലാണ്. കൂടാതെ അവിടെ കേതുവും സഞ്ചരിക്കുകയാണ് 11ാം ഭാവത്തിൽ. അതുപോലെ 7ൽ നിൽക്കുന്ന വ്യാഴവും 8ൽ നിൽക്കുന്ന ചൊവ്വയും കൂടി 11ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 8 ഗ്രഹങ്ങളും കന്നിരാശിയിലേക്ക് നോക്കുമ്പോൾ അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതുവും ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ രാശിയുടെ 5ഉം 11ഉം ഭാവങ്ങൾ കൂടുതൽ ഉത്തേജിക്കപ്പെടുന്നു. മാർച്ച് 29 8 ഗ്രഹങ്ങളും നിങ്ങളുടെ 11ാം ഭാവത്തിൽ വീക്ഷിക്കുന്നതോടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ ആരംഭമായിരിക്കും. കുറച്ചു കാലമായി മനസ്സിൽ ഒളിപ്പിച്ച ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കും. സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കും. സമൂഹ മാധ്യമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും. നിങ്ങൾക്ക് അനുകൂല ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ഒരു പക്ഷേ അനുകൂലമല്ലാത്ത ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് തടസ്സം നേരിടും. അപ്പോൾ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങരുത്. സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ്, ബിറ്റ് കോയിൻ മുതലായവയിലൊന്നും പണം മുടക്കാൻ നിൽക്കരുത്. ലോൺ വാങ്ങരുത്. ചിലർക്ക് ഈ അവസരത്തിൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകും. നിലവിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ
ബന്ധം കൂടുതൽ ദൃഢമാകും. അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. നിങ്ങളുടെ മക്കൾ മൂലം മനസ്സന്തോഷം ലഭിക്കും. ദീർഘകാലം കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് ഈ അവസരത്തിൽ പോകാൻ കഴിയും. മുതിർന്ന സഹോദരങ്ങൾ മൂലവും സുഹൃത്തുക്കൾ മൂലവും നേട്ടമുണ്ടാകും. ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ ചുരുങ്ങിയ സമയം നല്ലതാണ്. ദശാഭുക്തി അനുകൂലമല്ലാത്തവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.